ധർമ്മ പ്രമാണം. ധർമ്മപ്രമാണം ഒരു കാക്കൂടെ സ്വാഗതം. வாத்தியார் வைதிகால் சாப்பிட உட்காந்துருக்கா, இலக்கடியில் இடம் பண்ணுறது இந்த மா எழுதுறா, இது சரிதானா சார்? அந்த போஜனம் நடக்கிறது வைதிகாலுக்கு இலையெல்லாம் போட்டாச்சு, അടിയിൽ ഇടം പണ്ണുങ്കോ ഉള്ളറാ. അപ്പോൾ മടിശാറ് കൊടുത്തിന മാമിമാരോ അല്ലെ സാരി കൊടുത്തിന മാമിമാരോ ഇലക്കടിയിൽ വെള്ളത്താൽ ഒന്ന് ശുദ്ധി പണ്ടാ, സ്ഥലശുദ്ധി എന്ന് പേര്. അത് കഴിഞ്ഞാൽ പാത്രശുദ്ധിയില്ല. പാത്രശുദ്ധിക്ക് ഉപസ്തരണം, നെയ്യാലെ ഇലയിൽ ചൊട്ടണം. പാത്രം ചെന്നാൽ ഇലയിൽ നടത്തം. അപ്പോൾ എന്താ സ്ഥലശുദ്ധിക്ക് നിറയെ പേര് എന്നെ പറയാനാ തെരിയാക്കി മാന്ന് വരയ്ക്കണം. அவா உத்தேசம் ஒரு மகாகணபதி, அப்படி ஒரு ஆரம்பம். கணபதியானே எல்லாத்துக்கும் மான்னு அதாக்கா அவளோட உத்தேசம். പക്ഷെ ശാസ്ത്രം சொல்கிறது ഒരിക്കലും ജലത്തിനാൽ നിങ്ങൾ அந்த லெட்டரை വരയ്ക്കാതുങ്കോ, അതായത് വെറും ജലത്താൽ തറയിൽ, അതായത് തറയല്ല നമ്മൾ നിലത്തിൽ എഴുതാതുങ്കോ, അക്ഷരങ്ങൾ എഴുതാതുങ്കോ அப்படி சொல்கிறான் சாஸ்திரம். நீங்கள் ஸ்தலசுத்தியை சும்மா பண்ணினா போரும், மாவும் பாவும் தாவும் എഴുതേണ്ട ആവശ്യമേ ഇല്ലേ ഉള്ളറാം. അപ്പോൾ അതാക്ക അതോട് ശരിயான വിധി. ഒരുക്കാലും ഇലക്കടിയിലെ മാന്ന് എഴുതാതുങ്കോ, ആരാ ചേർന്നുണ്ടെന്നാൽ ധൈര്യമായി നിങ്ങൾ ചൊല്ലിക്കൊടുങ്കോ. இப்படி சேர തെറ്റാക്കും ഇതാക്കും പ്രമാണം സ്ഥലശുദ്ധിയാക്കും ചൊല്ലിയിരിക്കും. അല്ലെങ്കിൽ മാ പാന്നൊന്നും എഴുതാൻ ചൊല്ലിയിട്ടില്ലേ. നിങ്ങൾ அப்படி ചേർന്നുണ്ടെന്നാൽ തെറ്റെന്ന് ധൈര്യമായി ചൊല്ലിക്കലാം. അതുதான் அதோட ശരിயான ശാസ്ത്രം.